ചെമ്പട്ടുടുത്ത് കൊടുങ്ങല്ലൂർ ഭരണി ചിത്രീകരിക്കാനെത്തിയ സ്പാനിഷ് വ്ളോഗർ നിത്യശ്രീ പൗള സെഖാര സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞുനിന്നിരുന്നു. വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം വൈറലായി മാറുകയും ചെയ്തു. ഭാരതീയ സംസ്കാരത്തോടും ആത്മീയതയോടും ആഭിമുഖ്യമുള്ളയാളാണ് നിത്യശ്രീ. എന്നാൽ അതിന് പിന്നാലെ ഇതൊരു നാടകമാണെന്നൊക്കെ പറഞ്ഞ് പലരും കമന്റിട്ടു. എന്നാൽ ഈ ഒരു സംഭവത്തിൽ പൗല സെഖാര നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അമൃത ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൗല സെഖാര ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്തുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിലെത്തിയത്? കേരളത്തിലെ ആചാരങ്ങളെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനാണ് താൻ ഇവിടെ എത്തിയതെന്ന് പൗല പറയുന്നു. ഭാരതീയ ആത്മീയതയോടുള്ള താല്പര്യം കാരണമാണ് താൻ നിത്യശ്രീ എന്ന പേര് സ്വീകരിച്ചതെന്നാണ് പൗല പറഞ്ഞിരിക്കുന്നത്. വെറുമൊരു കാഴ്ചക്കാരിയായി വന്ന തനിക്ക് കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഊർജവും ചെണ്ടമേളവും കോമരങ്ങളുടെ തുള്ളലും കണ്ടപ്പോൾ വലിയൊരു മാറ്റം അനുഭവപ്പെട്ടുവെന്ന് അവർ പറയുന്നു. തന്റെ ശരീരത്തിനുള്ളിലേക്ക് എന്തോ ഒരു ശക്തി പ്രവേശിക്കുന്നത് പോലെ തോന്നിയെന്നും അതുകൊണ്ടാണ് താൻ അറിയാതെ നൃത്തം ചെയ്തു പോയതെന്നും അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ഉത്സവങ്ങൾ ലോകത്തിലെ മറ്റൊരിടത്തും കാണാത്തത്ര ആവേശകരമാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യം തന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഒരു വിദേശി ഇത്തരത്തിൽ ഭക്തിയായി മാറുന്നത് പലരിലും അത്ഭുതമുണ്ടാക്കിയിരുന്നു. എന്നാൽ താനിത് പ്രശസ്തിക്ക് വേണ്ടിയല്ല ചെയ്യുന്നതെന്നും മറിച്ച് ഭാരതീയ ആത്മീയതയോടുള്ള തന്റെ ആത്മാർത്ഥമായ അനുരാഗം കൊണ്ടാണെന്നും അവർ പറയുന്നുണ്ട്. ഭക്തിക്കും ആത്മീയതയ്ക്കും ഭാഷയോ അതിർവരമ്പുകളോ ഇല്ലെന്നും മനസ്സ് തുറന്നുവച്ചാൽ ആർക്കും ആ ചൈതന്യം അനുഭവിക്കാൻ കഴിയുമെന്നും അവർ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ ഭരണിയിലെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാഴ്ചകളും ഭക്തരുടെ ആവേശവും വിദേശി യുവതിയുടെ മനോനിലയെ തന്നെ മാറ്റുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കേവലം ഒരു യാത്രാ വിവരണത്തിനായി എത്തിയ ഇവർ ഭരണിയുടെ തീക്ഷ്ണമായ ആചാരങ്ങൾക്കിടയിൽ സ്വയം മറന്ന് നൃത്തം ചെയ്യുകയായിരുന്നു. തെയ്യം ഉൾപ്പെടെയുള്ള കേരളത്തിലെ അനുഷ്ഠാന കലകളെക്കുറിച്ച് നിത്യശ്രീ ആഴത്തിൽ പഠിക്കുകയും അവ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഭാരതീയ ആത്മീയതയോടുള്ള ഇവരുടെ അടങ്ങാത്ത അഭിനിവേശമാണ് കൊടുങ്ങല്ലൂരിലും പ്രകടമായത്. കാഴ്ചക്കാരിൽ പലർക്കും ആദ്യം ഇതൊരു സിനിമയുടെയോ ഡോക്യുമെന്ററിയുടെയോ ചിത്രീകരണമാണെന്ന് തോന്നിയെങ്കിലും നിത്യശ്രീയുടെ ചലനങ്ങളിലെ സ്വാഭാവികതയും ആവേശവും കണ്ടതോടെ ഏവരും അമ്പരന്നു. കോമരങ്ങൾക്കൊപ്പം ഒരേ താളത്തിൽ അവർ ചുവടുവെച്ചപ്പോൾ അത് ഭക്തർക്കും വേറിട്ട കാഴ്ചയായി മാറുകയായിരുന്നു. കേരളത്തിന്റെ തനതായ ആഘോഷങ്ങളെയും വിശ്വാസങ്ങളെയും ഇത്രത്തോളം ഉൾക്കൊള്ളാൻ ഒരു വിദേശിക്ക് കഴിയുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് പലരും അഭിപ്രായപ്പെടുകയും ചെയ്തു. സാംസ്കാരിക വിനിമയത്തിന്റെ മികച്ച മാതൃകയായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. അതേസമയം ഇതൊരു നാടകമാണെന്നും പ്രശസ്തിക്ക് വേണ്ടിയാണ് നിത്യശ്രീ ഇങ്ങനെ ചെയ്തതെന്ന കമന്റുകളുമൊക്കെ ആ വീഡിയോയ്ക്ക് പിന്നാലെ പുറത്തു വന്നിരുന്നു. എന്നാൽ താനിത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ല എന്നാണ് പൗല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.